അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ആവാറായിട്ട് ടൈം ആയിരിക്കും. കൂടുതലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ എന്നോട് ചോദിക്കാറുള്ളത് ഇനി പഠിച്ചാൽ മാർക്ക് നല്ല മേടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫുൾ A+ മേടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പക്ക ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്, ഇനി ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് A+ മേടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ വെച്ചാൽ 10ാം ക്ലാസ്സിൽ അങ്ങനെ പഠിപ്പിയായിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു മാർച്ചിൽ. അതും പറഞ്ഞ് എനിക്ക് ക്രിസ്മസിനും ഓണത്തിനൊന്നും ഫുൾ A+ ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഓണത്തിന് 3 A+, പിന്നെ ക്രിസ്മസിന് 4 A+ ഒക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ആ ഒരു ജാനുവരി ഫെബ്രുവരി നല്ലപോലെ പഠിച്ചിട്ട് മാർച്ചിൽ ഫുൾ A+ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു ഓൾറെഡി ഞാനൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാവേ. അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മെയിനായിട്ട് അതിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലും പറയുന്നത്. എന്നാലും വീണ്ടും വേറെ വീഡിയോ ചോദിക്കുന്നുണ്ട് പലരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ലാഗൊന്നും എടുപ്പിക്കാനുള്ള നിങ്ങൾക്ക് എന്താ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അത്ര തന്നെ ഒളിഞ്ഞു വേഗം തന്നെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ നന്നാവാൻ പോകണം. അപ്പോൾ നല്ലൊരു പ്ലാൻ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ദിവസം എന്തൊക്കെ പഠിക്കും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഒരു ടു ഡു ലിസ്റ്റ് മാതിരി ജസ്റ്റ് എഴുതിയോ എവിടെയെങ്കിലും പറ്റാണ്ട് ഇങ്ങനെ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ടിക്കറ്റ് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി പഠിക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി ബയോളജി അങ്ങനെ പഠിക്കും, ഈ ഇത്ര ചാപ്റ്റർ നമ്മൾ പഠിക്കും, അങ്ങനത്തെ ഒരു കാര്യം ഒരു പ്ലാൻ മാതിരി സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്താൽ മാത്രം പോരട്ടോ, നമ്മൾ പഠിക്കുകയും കൂടി വേണം. എല്ലാം ജസ്റ്റ് നമുക്കൊന്നും ആദ്യം നോക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പഠിക്കുമ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷനാണ്. അത് മെയിൻ ഫോൺ തന്നെയാണ്. അപ്പോൾ എനിക്കും അതുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് പോകുന്നത് ഇൻസ്റ്റഗ്രാമിലാണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസേജ് പരമാവധി കുറയ്ക്കാമെന്ന് നോക്കാം. ഞാൻ 10ൽ പഠിക്കുമ്പോൾ അത്രക്കും അങ്ങനെ അത്രക്കൊന്നും യൂസ് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴത്തെ മാതിരി അങ്ങനെ റീൽസ് ഒന്നും ഷെയർ ചെയ്യണ പരിപാടിയൊന്നും അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെന്നാലും അങ്ങനെ ഇത്ര അഡിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഞാൻ പാസ്വേഡൊക്കെ ഇട്ട് പൂട്ടിയിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി ടേപ്പ് ചൊട്ടിച്ച് അത് വേറെ പെട്ടിക്കകത്തിട്ട് മേശേൻ്റെ ഉള്ളിലൊക്കെ പൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ നല്ല കാര്യം. അല്ലെങ്കിൽ യൂസ് കുറച്ചാലും മതി. കൺട്രോൾ ഇട്ടുന്നുണ്ടെങ്കിൽ യൂസ് കുറച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അത്രക്കും വലിയ യൂസൊന്നും ആയില്ല. അപ്പോൾ മാക്സിമം അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കി ഇടാം കേട്ടോ. പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബിൽ നമുക്ക് യൂട്യൂബ് ക്ലാസ്സൊക്കെ കാണാം, അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ടൈമായിരിക്കും പറ്റിയിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഞാൻ 10ൽ പഠിക്കുമ്പോൾ 4 മണിക്കൊക്കെ എഴുന്നേറ്റൊക്കെ പഠിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരുപാട് രാത്രി കുത്തിരുന്ന് പഠിക്കാന്ന് വെച്ചാൽ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കമൊക്കെ വരുമായിരുന്നു. പിന്നെ തലയിൽ പഠിച്ചാൽ അങ്ങനെ കയറില്ലായിരുന്നു. ഒരുപാട് രാത്രി ഒരു 12 മണിയൊക്കെ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് 2 മണിക്കൊക്കെ പോയി പഠിച്ചാൽ നല്ല അടിപൊളിയായിട്ട് തലയിൽ കയറുന്നവരുണ്ടാവും. എനിക്കൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ടൈം ഏതാണ് പറ്റിയെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ നോക്കാം. ഇപ്പോൾ രാവിലെ എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 4 മണിക്കോ 5 മണിക്കോ 6 മണിക്കോ എത്രയെങ്കിലും നേരത്തെ എഴുന്നേറ്റിട്ട് പഠിക്കാൻ നോക്കാം. അങ്ങനെ രാത്രി എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കാം. അങ്ങനെ ഫോണൊന്ന് മാക്സിമം യൂസ് ചെയ്യാണ്ട് നോക്കാം കേട്ടോ. എനിക്കിത് കൺട്രോൾ കിട്ടില്ലായിരുന്നു. എന്നാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ മാക്സിമം ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ചാപ്റ്റർ ഏതാണ്, ചിലപ്പോൾ നോട്ട് ഉണ്ടാവില്ല, ടെക്സ്റ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും യൂട്യൂബ് ക്ലാസ് തന്നെ കാണേണ്ടി വരും. കുറേ യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിനർ, സൈലം, ഈ ചുപ്പോട്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചാനലിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ചാനൽ ഏതാണ്, ഏത് സബ്ജക്റ്റിന് ഏത് ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കട്ടോ. അപ്പോൾ ഒന്നും പഠിക്കാത്തവർ എന്തായാലും യൂട്യൂബ് ക്ലാസ് തന്നെ കാണുക. നിങ്ങൾക്ക് എന്നിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ നോട്ടൊന്നും ഇല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. നമുക്ക് ഇങ്ങനെ റിവിഷനൊക്കെ നടത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ പെട്ടെന്ന് സംഭവം മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒന്നും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് തന്നെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും നമുക്ക് എഴുതാൻ കിട്ടൂല, ആകെ കുഴഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാപ്പാഠത്തിന് പകരം ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുള്ള സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാവുന്നതാണ്. അപ്പോൾ അതിന് അത്യാവശ്യം മീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇല്ലെങ്കിലും ഒന്നും എഴുതുന്നതിനേക്കാൾ നല്ലല്ലേ ഈ സമയം എന്തെങ്കിലും നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതി വെക്കുന്നത്, അതിന് കുറച്ച് മാർക്കെങ്കിലും കിട്ടും. നിങ്ങളിപ്പോൾ ഒന്നും പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചാപ്റ്റർ ഫുൾ ആദ്യം പഠിക്കുന്നതിന് പകരം ഒരു ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം പഠിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് ആദ്യം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാം കേട്ടോ. പിന്നെ സോഷ്യൽ സയൻസിനൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവില്ല, ഏതെങ്കിലും 2 ചാപ്റ്ററിൽ ഒരെണ്ണം പഠിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ മാക്സിമം അതിൽ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ തിരഞ്ഞിട്ട് അത് പഠിക്കാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ച് ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പഠിച്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ പേപ്പേഴ്സൊക്കെ കുറേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഗൂഗിളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടാവുന്നതായിരിക്കും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കീയൊക്കെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും എവിടെ നിന്ന് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെ ഭാഗമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കാവുന്നതാണ്. ഇങ്ങനെ ഇത് മാത്രം ചെയ്താൽ പോരാ, നമുക്ക് റിവൈസും കൂടി ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഇന്ന് പഠിച്ചിട്ട് അത് 2-3 ദിവസം ചിലപ്പോൾ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും അറിയണ്ടാവില്ല, നമ്മൾ ഫുള്ള് മറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്യുക. ഇപ്പോൾ രാവിലെ പഠിച്ച കാര്യമാണെന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാലും മതി. അതായത് വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ജസ്റ്റ് പഠിച്ച കാര്യങ്ങൾക്ക് ഓർക്കാൻ നോക്കാം. ഇനി ഓർത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെന്നാണ്
ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ നോക്കി നോട്ട് എടുത്തിട്ട് നോക്കിയിട്ട് ഒന്നും കൂടി ജസ്റ്റ് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആയിരിക്കും. പിന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം മണിക്കൂറോളം കുത്തിരുന്ന് പഠിക്കുന്നതിന് പകരം കുറച്ച് നേരം പഠിച്ചിട്ട് ഒരു ചെറിയൊരു 5 മിനിറ്റ് ബ്രേക്കോ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ കുഞ്ഞു ബ്രേക്ക് എടുത്ത് പഠിക്കാൻ നോക്കാം. അങ്ങനെ ലോങ് ബ്രേക്കൊന്നും എടുക്കരുത്, അപ്പോൾ നമുക്ക് മൈൻഡ് പോകും പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയ ബ്രേക്ക് എടുത്ത് പഠിക്കാൻ നോക്കാം. മാക്സിമം ബ്രേക്ക് എടുക്കുമ്പോൾ ഫോണിൽ കുത്താണ്ടിരിക്കുക. കാരണം റീൽസ് അങ്ങനെ തോണ്ടാൻ പോയാൽ പിന്നെ തോണ്ടി മണിക്കൂറോളം നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാണ്ട് വല്ല നല്ല കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അത് നമ്മളൊരു ടീച്ചറായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ മീനിങ് മനസ്സിലാക്കി പഠിക്കണമെന്ന് വിചാരിക്കുക. അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മൾ തന്നെ ക്യാരക്ടർ സ്റ്റുഡൻറ്റും ടീച്ചറും നമ്മൾ തന്നെയായിട്ട് നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. ടീച്ചറിന് അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതിരി ഇങ്ങനെ പറയുക, എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് സ്റ്റുഡൻറ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യണ മാതിരി ഇങ്ങനെ പറഞ്ഞ് അത് ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ട് നേരിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും അത് മനസ്സിലാവും. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മിങ്ങനെ ഓരോരുത്തർക്ക് അറിവ് പകർന്നു കൊടുക്കും തോറും നമ്മുടെ അറിവ് കുറയുന്നത്. ആ സംഭവം തന്നെ അത് നല്ല ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ പുറമെ നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം കേട്ടോ. അതായത് നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം നേടി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യുക കേട്ടോ. അല്ലാണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ ഒരു മൂലൊക്കെ ഫോണൊന്നും കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പോൾ വെറുതെ ഒന്നും ചെയ്യാത്തതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസം വരാം, ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ഉണ്ടാവാം എന്ന് തന്നെ. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങളുടെ ഹാർഡ് വർക്ക് ഇട്ടിട്ട് നല്ലപോലെ പഠിച്ച് എക്സാം ചെയ്താൽ അപ്പോൾ അതിനുള്ള റിസൾട്ട് എന്തായാലും അടിപൊളി സെറ്റായിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരിക്കുള്ളൂ. കാരണം നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിസൾട്ട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരിക്കുള്ളൂ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗൈസ്.